സാംസ്കാരിക രംഗത്തെ പ്രഗത്ഭർ ഇവരുടെ ദേഹവിയോഗത്തിൽ അശ്രുപൂക്കൾ അർപ്പിക്കുന്നു. തീരുമാനിച്ചതിന്റെ ആ കുട്ടികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഇപ്രാവശ്യത്തെ പരിപാടികൾ ആസൂത്രണം. നമ്മൾ ക്ഷണിക്കാൻ MLA ക്ഷണിക്കാൻ ചെല്ലുമ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞിട്ട് നിയമസഭാ സമ്മേളനം നടക്കാൻ പോവുകയാണ്. അതുകൊണ്ട് കഴിയുന്നിടത്തോളം ഇവിടെ ഉണ്ടെങ്കിൽ, ഈ സ്ഥലത്തുണ്ടെങ്കിൽ അദ്ദേഹം പങ്കെടുക്കാമെന്ന് ഏറ്റുകഴിഞ്ഞാൽ പിന്നെ നിയമസഭാ സമ്മേളനം നടക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യം കൊണ്ടും നമ്മുടെ ഇന്നത്തെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ ശ്രീ PK ഗോവൻ അവர்களാണ്. 1991 ഈ വിശ്വകർമ്മ സംഘടനകളെല്ലാം ഒന്നായിക്കൊണ്ട് കേരള വിശ്വകർമ്മ മഹാസഭ എന്ന സംഘടന രൂപീകരിച്ചുവെങ്കിലും അതും നമ്മൾ ഉദ്ദേശിച്ച തരത്തിലേക്ക് അതിൻ്റെ പ്രവർത്തനങ്ങൾ എത്താതെയായി. വിശ്വകർമ്മ സമൂഹത്തിന് യാതൊരു പ്രയോജനവുമില്ലാത്ത തരത്തിൽ സംഘടനകളുടെ ബാഹുല്യവും നേതാക്കളുടെ ബാഹുല്യവും ഉണ്ടായി. വിശ്വകർമ്മ ദിനം നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഘടന എല്ലാ വർഷവും ആചരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ആ മേഖലയിൽ നിന്ന് മികച്ച വിദ്യാഭ്യാസം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചുകൊണ്ടുള്ള ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ നിശ്ചയിച്ചത്. ഏതായാലും അധ്യക്ഷന്റെ പ്രസംഗത്തിൽ വളരെ കൃത്യമായ ഒരു പരിഹാര മാർഗം മറ്റ് പല വഴിക്കുകളിലൂടെ കടന്നു തന്നെ അദ്ദേഹം എത്തിയിട്ടുണ്ട്. അത് സംഘടനയുടെ ഒരു കാഴ്ചപ്പാടായിട്ട് തന്നെ കണക്കാക്കണം. ആധുനിക കാലത്ത് മികച്ച വിദ്യാഭ്യാസം നേടി സമൂഹത്തെ അഡ്രസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട മാർഗമായി പരിഗണിക്കേണ്ടത്. പറഞ്ഞ പോലെ തന്നെ പണ്ടൊരു കാലത്ത് ഇത്തിരി വർക്കുകൾ ഉണ്ടായിരുന്ന കാലഘട്ടം എല്ലാ വീട്ടിലും സുഭിക്ഷമായിരുന്നു. ഒരു കാര്യം ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്, ഇന്ന് തൊഴിലില്ലാത്ത ഒരു വിഭാഗം വിശ്വകർമ്മയാണ്. മോഹൻ സാർ പറഞ്ഞ പോലെയല്ല, അവർക്ക് ഇന്ന് പട്ടിണിയാണ്. സത്യത്തിൽ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് വിശ്വകർമ്മ സമുദായത്തിൻ്റെ വീട്ടിലെല്ലാം പണിയുണ്ട്. അന്ന് പഴയ കാലത്ത് സുഭിക്ഷമായി ജീവിത സാഹചര്യം ഉണ്ടായിരുന്നവർ ഒരു പക്ഷേ വിശ്വകർമ്മ സമുദായത്തിൽപ്പെട്ടവരായിരുന്നു. എൻ്റെ പ്രദേശത്ത് ഷിബു ഞാനുമൊക്കെ അയൽക്കാരാണ്. ഞങ്ങളുടെ അവിടെ നക്കനാട് ശാഖയിൽ നിന്നും നിവേദ്യ മോഹൻ, അഭിരാമി സതീഷ്, പാർവതി. പുലിയൂർമഞ്ഞ് ശാഖയിൽ നിന്നും +2 വിദ്യാർത്ഥി ആരോമൽ, മികവ് തെളിയിച്ച മോഹിനിയാട്ടം എന്നീ മേഖലകളിൽ സ്ഥാപന ശാഖയിൽ നിന്നും SPCയിൽ തിരഞ്ഞെടുക്കപ്പെട്ട അനുപമ രമേശ്.